ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് തിരുവോണമാണ് കേട്ടോ. അപ്പോൾ തിരുവോണം എൻ്റെ വീട്ടിലാണെന്ന് പറഞ്ഞല്ലോ ഇന്നലെ. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ അടിപൊളിയായിട്ട് പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട്. അതായത് കഴിഞ്ഞ് കുളി കഴിഞ്ഞ് ഇതാക്കി എഴുതിയപ്പോൾ അമ്മ ഒരുവിധം സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. സാമ്പാർ, ഓലൻ, അവിയൽ ഒക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ മാസ്റ്റർ പീസായ പച്ചടി, അത് എനിക്കുള്ള ഡ്യൂട്ടിയാണ്, പച്ചടിയും പായസം ഉണ്ടാക്കിയത്. അങ്ങനെ അതുണ്ടാക്കുന്ന തിരക്കിലാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഇതാ നമുക്ക് പുറത്ത് കുറച്ച് ഫ്രണ്ട്സിനും അച്ഛൻ്റെ കുറച്ച് ഫ്രണ്ട്സിനും നമ്മളടുത്തുള്ളവർക്ക് കൊടുക്കാൻ സേമിയ പായസം നമുക്ക് വേറെ അങ്ങനെ രണ്ട് സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതിൻ്റെ പണിയിലാണ് അച്ഛനും എൻ്റെ പുത്രനൊക്കെ. പിന്നെ ചിക്കൻ കറി ഒക്കെ ഞാൻ തന്നെ അങ്ങോട്ട് ഏറ്റെടുത്തു. അതുവരെ അമ്മ എടുത്തതല്ലേ, ഇനി നമ്മൾ കുറച്ച് സഹായിക്കാം. അങ്ങനെ എൻ്റെ പായസം അടിപൊളിയായി വന്നിട്ടുണ്ടോ. ഇന്നലെ ഞാൻ എൻ്റെ വീട്ടിലുണ്ടാക്കുന്നതിനെക്കാട്ടി അടിപൊളിയായിട്ടുണ്ടായിരുന്നു ആട്ടാ. നല്ല കുറുകിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ആലോചിച്ച് എന്തെങ്കിലും അലമ്പ് കോലത്ത് നിൽക്കണേന്ന്. അങ്ങനെ ഫുഡൊക്കെ ആയ സ്ഥിതിക്ക് ഇനി നമുക്ക് കാരണന്മാർക്ക് വെച്ചെടുക്കുക എന്നുള്ളൊരു പരിപാടി ഉണ്ട് കേട്ടോ ഇവിടെ ഓണത്തിന്. അപ്പോൾ നമ്മൾ നോൺ വെജ് ചിക്കൻ ഉണ്ടാക്കുന്നത് അങ്ങനെയാണ്, ഈ ഭാഗത്തേക്കൊക്കെ അങ്ങനെയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് വന്നു. നമ്മുടെ സിനിമയിൽ പറയുന്ന പോലെ ഓലം വന്നു, കാളൻ വന്നു, പുളിയഞ്ചി വന്നു, അച്ചാർ വന്നു, അതുപോലെ നമ്മുടെ എല്ലാ വിഭവങ്ങളും ഓരോന്നോരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വിളമ്പുന്നത് നമ്മുടെ സ്വന്തം അനിയത്തിക്കുട്ടിയായ കൃഷ്ണപ്രിയയാണ്. അങ്ങനെ ഓരോന്നോരോന്ന് വിളമ്പൽ തുടങ്ങി. ഇത്ര ആത്മാർത്ഥത എന്താ വിളമ്പണേന്നല്ലേ, അത് ഓക്കുള്ള സീറ്റാണ്, അതാണ് ഓൾ ഇത്ര ആത്മാർത്ഥമായിട്ട് വിളമ്പുന്നത്. അങ്ങനെ നമ്മുടെ ഓണം ഇതാ ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. ഉച്ചഭക്ഷണം കഴിച്ചാൽ പകുതി ഓളം തീർന്നല്ലേ. പിന്നെ കളികളൊക്കെ ഇന്നലെ നമ്മൾ അവിടെ കളിച്ചുകൊണ്ടിരുന്നു. പ്രത്യേകിച്ച് കളികളും കാര്യങ്ങളൊന്നുമില്ല. സിനിമയ്ക്ക് പോകാനുള്ള ഒരു പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷെ ഫുൾ ടിക്കറ്റ് ഫുൾ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളെ നിവിൻ്റെ പടത്തിന് പോകാനായിരുന്നു പ്ലാന്. നിവിൻ്റെ മാത്രമല്ല, പൃഥ്വിരാജിൻ്റെ പടത്തിനും ടിക്കറ്റൊക്കെ ഫുൾ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ ക്യാൻസൽ ചെയ്തു. കഴിഞ്ഞ ഓണത്തിന് നമ്മൾ ബീച്ചിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം നമുക്ക് അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. പിന്നെ അത്തം വെളുത്തതുകൊണ്ട് ഓണം കറക്കുമെന്ന് പറഞ്ഞെങ്കിലും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇന്നലെ മഴയൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഇത് ഇന്നലത്തെ വീഡിയോ, ഇന്നലെയുള്ള തിരുവോണം. അങ്ങനെ നമ്മുടെ എല്ലാം സെറ്റായി. രസവും സാമ്പാറും ഒക്കെ കൂട്ടിയിട്ട് ഒരു പിടി അങ്ങ് പിടിച്ചു മക്കളെ. അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ഈ സദ്യ ഉണ്ടാക്കി വന്ന് അത് വിളമ്പിയിട്ട് അതിങ്ങനെ കാണുമ്പോഴേക്കിനെ പകുതി വയറുന്ന് അറിയിട്ട് നമ്മൾ വിചാരിച്ച ആ ഒരു കഴിക്കാൻ കഴിയില്ല. എങ്കിലും അടിപൊളിയായിട്ടുണ്ടായിരുന്നു. എന്താ രസം എല്ലാവരുടെ കൂടെയൊക്കെ ഇരുന്ന്. ഇന്ന് അനിയനും ഉണ്ട് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഓണത്തിനൊന്നും അവന് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു കുറവ് നികത്തി എല്ലാവരും കൂടെ അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിച്ചു. ഇലയിൽ തന്നെ പായസമൊക്കെ കഴിച്ചു. അപ്പോൾ എങ്ങനെയാ എല്ലാവരും ഓണം അടിപൊളിയായിട്ട് കഴിഞ്ഞില്ലേ. അപ്പോൾ ഇനി ഇതാന്ന് അറിയുമ്പോഴേക്കും അടുത്ത ഓണം വന്നെത്തി. വിഷു ആവും. അങ്ങനെ ഓരോ ആഘോഷങ്ങളും അടിപൊളിയായിട്ട് കഴിക്കാൻ നമുക്ക് പറ്റട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ നല്ല അടപ്പായസം, ചൂടുള്ള പായസവും നല്ലൊരു